നമസ്കാരം. വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് മോർച്ചറിക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. ആർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്ന് CK ഹരീന്ദ്രൻ MLA അടക്കം ആര്യ രാജേന്ദ്രനോട് പറയുകയും ഒപ്പം നിന്നവർ ആര്യയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മേയർ ആര്യ രാജേന്ദ്രൻ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞത്. ആമയിഴഞ്ചാൻ കനാൽ വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രൻ മോർച്ചറിക്ക് മുന്നിൽ വിങ്ങിപ്പൊട്ടിയത്. MLA CK ഹരീന്ദ്രനോട് വൈകുമ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നും ആര്യ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ആമയിഴഞ്ചാൻ തോടിൽ മാലിന്യങ്ങൾ കുന്നുകൂടിയതിന് പിന്നാലെ ഉയർന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം നിരവധി പേർ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെയും വിമർശനങ്ങളുമായി എത്തിയിരുന്നു. ഇന്ന് രാവിലെ 9:30 ടണലിലേക്ക് നാവികസേന ഇറങ്ങി പരിശോധന തുടങ്ങിയപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയ വിവരം ലഭിക്കുന്നത്. മാലിന്യത്തിൽ മുങ്ങിക്കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശവാസികളാണ് ജീർണിച്ച അവസ്ഥയിലുള്ള മൃതദേഹം ആദ്യം കണ്ടത്. ഉടൻ തന്നെ ഇവർ പോലീസിനെ വിവരമറിയിക്കുകയും കളക്ടർ അടക്കം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.